ഹലോ ഗായ്സ്, വെൽക്കം ടു എ പുതിയ പാട്ട്. ഇന്ന് രാവിലെ എണീക്കുന്നത് തന്നെ കുഞ്ഞാടെ ഒച്ച കേട്ടിട്ടാ. രാവിലെ അമ്മയും അച്ഛനെയൊക്കെ എണീപ്പിച്ചതിന് ശേഷം അടുത്ത ടാർഗറ്റ് ഞാനാണ് അവളുടെ. മതിയെടി കിടന്നുറങ്ങിയത്, ഒന്ന് എണീച്ച് വായോ. നീ വരുന്നതേ പോട്ടെ, ഞാൻ നിന്റെ ബാഗ് എടുത്ത് കടിച്ച് ഇന്ന് ശരിയാക്കി തരാം. നീ ഇനി ഈ ബാഗും കൊണ്ട് എങ്ങനെ നടക്കണമെന്ന് എനിക്ക് കാണണം. ആരാ എൻ്റെ ബാഗ് അടിക്കണേ? എനിക്കൊന്നും വേണ്ട നിന്റെ ബാഗ്. രാവിലെ എണീച്ചിട്ട് എൻ്റെ ഉറക്കമെല്ലാം കളഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് അവൾക്ക് പുറത്തൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അതിനൊരു കൂട്ട്, അതാണ് ഞാൻ. അതിന് വേണ്ടിയിട്ടാണ് എന്നെ എണീപ്പിച്ചിരിക്കുന്നത്. നോക്കൂ ഗൈസ്, കുറച്ച് കഴിഞ്ഞതും കുഞ്ഞിൻ്റെ തലമണ്ട ഇങ്ങനെ. ഇനി നമുക്ക് അമ്മേനെ പോയി നോക്കാം കിച്ചണിൽ. അമ്മ ഇതാ ഗൈസ് എനിക്ക് വേണ്ടി മീൻ കറി ഉണ്ടാക്കുക. ഇത് മീൻ കറി, ഇത് മീൻ പൊരിച്ചത്. ഏത് മീനാമ്മ? ചൂര മീൻ. ഇന്ന് അത്തം പത്തായത്. അത്തം പത്ത് നീ എന്താ ഞാൻ പറയുന്നത്? ഇന്ന് അത്തമായ കാരണം അമ്മ പൂവൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ? വരും ഗൈസ്, നമുക്ക് ഈ കാണുന്ന പൂവൊക്കെ പറിക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് അമ്മയുടെ പൂവിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. പൂക്കളം അമ്മ ഓൾറെഡി ഇട്ട്, ഞാൻ എണീക്കുമ്പോഴേക്കും അമ്മ ഇട്ട് വെച്ച്. കുറേ ഒന്നും പറിക്കുന്നില്ല, ഇത്ര മതി, കുറച്ച് മതി. ഞാൻ പൂ പറിക്കാൻ വന്നപ്പോഴാണ് ഗായ്സ് ഇത് കണ്ടത്. നോക്ക് ഗായ്സ്, താമര വിരിയുന്നുള്ളൂ, കുറച്ചും കൂടെ വിരിയാനുണ്ട്. ഞാനുണ്ടോ ഈ കുഞ്ഞു വട്ടയിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് പൂവന്ന് ഗായ്സ്, നല്ല ഭംഗിയുണ്ട് ഗായ്സ്. ഇത് ഫ്രഷ് എവിടെ നിന്നോ പറിച്ചിട്ട് വന്നിട്ട് കൊണ്ട് നട്ട പൂവാണ്. ഇതിൽ കണ്ടോ ഇനിയും മോവുണ്ട്, അടുത്ത പൂ വരാനുള്ള മോവുണ്ട്. ഇതിൽ എലിയിൽ ഒരാളിരിക്കുന്നുണ്ട് ഗൈസ്, തവള. അയ്യോ, ഇതാണ് ഗൈസ് അമ്മൻ്റെ പൂക്കളം. നമുക്കിതിൽ എവിടെയെങ്കിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ വെക്കാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊരു കോൺട്രിബ്യൂഷൻ. ഇതാ അത്തപ്പൂക്കളമാണ് അത്. എന്തോ ഒരു പൂക്കളം ഗൈസ്. അന്ന് അത്തമല്ലേ, അപ്പം അത്തപ്പൂക്കളം ഇത് തന്നെ. ഈ പൂക്കൾ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയെന്തോ. അങ്ങനെ പൂക്കളം കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. ഒന്നും മിണ്ടാതെ ഇരിക്കടാ ഒത്തിരി നേരം. അടുത്ത പണി ഈ 2 പീക്കിരി പിള്ളേർക്ക് ഫുഡ് കൊടുക്കലാണ്. എന്നിട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടാണ് ഗൈസ് പോകുന്നേ. ആര് വരാനാ? വിളിച്ചിട്ട് ആരും വരില്ല ഗൈസ്. നല്ല കടിയാണ് ഇവര്. ഇപ്പം നല്ല എന്താ മുഖം എന്താ? ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ച് ആ മണ്ണിലൊക്കെ പോയിട്ട് ഇവിടെ പൂക്കളം ആര് കഷ്ടപ്പെട്ടിട്ടാലും ഒരു കാര്യമില്ല ഗൈസ്. ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് വരും. അടി വേണ മുത്തൊക്കെ ചളിയായില്ലേ കുട്ടിന്. എനിക്ക് തിരിച്ച് ഹോസ്റ്റലിൽ പോകാൻ സമയമായപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ട് ഒരാളെ എടുത്തതാണ് ഗൈസ്. ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉമ്മ എല്ലാം തന്നിട്ട് ചുണ്ടേരി പെണ്ണാണ്. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്.